വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുയുടെ പ്രബന്ധാവതരണ വേദിയിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുയുടെ രചനാലോകം എന്ന വിഷയത്തെക്കുറിച്ച് അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വളരെയധികം കിതാബുകൾ രചിച്ചിട്ടുണ്ട്. എന്നാൽ ഹുസൂൽ ഫിഖ് എന്ന വിജ്ഞാന ശാഖയുടെ വിജ്ഞാതാവാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ആ വിജ്ഞാന ശാഖയിൽ ഏറ്റവും ആദ്യത്തെ കിതാബ് രചിച്ചത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു തന്നെയാണ്. അർ റിസാല എന്നാണ് ആ കിതാബിൻ്റെ പേര്. അർ റിസാല എന്ന കിതാബ് രചിക്കാനുള്ള കാരണം സുപ്രസിദ്ധ പണ്ഡിതനും അക്കാലത്തെ ഹദീസ് പണ്ഡിതനുമായിരുന്ന അബ്ദുർ റഹ്മാൻ ബിൻ മഹ്ദി റളിയല്ലാഹു അൻഹു ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതുകയുണ്ടായി. ഫിഖിൻ്റെ അടിസ്ഥാന വിജ്ഞാനങ്ങളെക്കുറിച്ച് ഒരു റിസാല ക്രോഡീകരിക്കാനായിരുന്നു അതിൽ ആവശ്യപ്പെട്ടത്. അങ്ങനെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അതിനെക്കുറിച്ച് റിസാല ക്രോഡീകരിച്ചു. അതിനെ പണ്ഡിത ലോകം വളരെയധികം പരിഗണിക്കുകയും പ്രശംസിക്കുകയും ചെയ്തു. അതിൻ്റെ മഹത്വങ്ങൾ പറയുന്നതിൽ നമുക്ക് കാണാം. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ റിസാല 500 പ്രാവശ്യം പാരായണം ചെയ്തു, എന്നാൽ അതിൽ ഓരോ പ്രാവശ്യവും എനിക്ക് പുതുതായി എന്തെങ്കിലും ലഭിക്കാതിരുന്നിട്ടില്ല എന്ന്. പിന്നീട് അർ റിസാല എന്ന കിതാബ് ഈജിപ്തിൽ വെച്ച് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മാറ്റി എഴുതിയതായി ഇമാം റാസി റളിയല്ലാഹു അൻഹു മനാഖിബു ഷാഫിഈ എന്ന കിതാബിൽ പരാമർശിച്ചതായി കാണാം. ഇറാഖിലായിരിക്കെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് വളരെയധികം അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് വളരെയധികം ശിഷ്യന്മാർ വർദ്ധിക്കുകയും ചെയ്തു. ഇറാഖിൽ വെച്ചാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അൽ ഹുജ്ജ എന്ന കിതാബ് ക്രോഡീകരിച്ചിട്ടുള്ളത്. അതിൽ ഇറാഖിൽ വെച്ച് നൽകിയ ഫത്വകളും അവിടെ വെച്ച് നടത്തിയ സംവാദങ്ങളുമാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുയുടെ ഖദീമായ അഭിപ്രായങ്ങൾ പരാമർശിച്ച കിതാബാണ് അൽ ഹുജ്ജ എന്ന കിതാബ്. ഇമാമിൻ്റെ പ്രധാന ശിഷ്യന്മാരായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം ജഅഫറാനി റളിയല്ലാഹു അൻഹു, ഇമാം ഖറാബീസ് റളിയല്ലാഹു അൻഹു, അബൂ സൗർ റളിയല്ലാഹു അൻഹു എന്നിവരാണ് അൽ ഹുജ്ജ എന്ന കിതാബ് ക്രോഡീകരിച്ചത്. തഫ്സീർ, ഫിഖ്, സാഹിത്യം എന്നീ 3 മേഖലകളിലും ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു 113ഓളം കിതാബുകൾ രചിച്ചതായി ഖാദി അബൂ മുഹമ്മദ് അൽ മർവസി റളിയല്ലാഹു അൻഹു തഅലീഖ് എന്ന കൃതിയുടെ ആരംഭത്തിൽ പരാമർശിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഈജിപ്തിൽ വെച്ചാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഏറ്റവും കൂടുതൽ കിതാബുകൾ രചിച്ചിട്ടുള്ളത്. ഇമാമിൻ്റെ രചനകളുടെ എണ്ണത്തിൽ പല അഭിപ്രായങ്ങളുമുണ്ട്. മജ്മുഉൽ ഉദബാഇൽ യാഖൂത്തുൽ ഹമീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു 147ഓളം കിതാബുകൾ രചിച്ചതായി മജ്മുഉൽ ഉദബാഇൽ പരാമർശിച്ചിട്ടുണ്ട്. ഇത്രയും കിതാബുകൾ കൂടാനുള്ള കാരണം ഇമാമാർ പറയുന്നത്, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുയുടെ പ്രധാന ഗ്രന്ഥമായ അൽ ഉമ്മി എന്ന കിതാബിലെ ഓരോ ബാബുകളെയും ഇമാം വെവ്വേറെ കിതാബുകളായി അവതരിപ്പിച്ചതിനാലാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുയുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാന ഘട്ടമായിരുന്നു ഈജിപ്തിലേത്. കാരണം അവിടെ വെച്ചാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഏറ്റവും കൂടുതൽ കിതാബുകൾ രചിച്ചതും ഇറാഖിൽ വെച്ച് ക്രോഡീകരിച്ച അൽ ഹുജ്ജ എന്ന കിതാബ് പരിഷ്കരിച്ചതും ഈജിപ്തിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുയുടെ കുറച്ച് കാലയളവിലുള്ള ബൃഹത്തായ ക്രോഡീകരണത്തിൽ അത്ഭുതപ്പെടുന്നവരോട് ഇസ്ഹാഖ് ബിൻ റാഹവൈഹി റളിയല്ലാഹു അൻഹു നൽകുന്ന മറുപടി ഇതാണ്: ഇമാമിൻ്റെ ആയുസ് വളരെ കുറവായതിനാൽ അല്ലാഹു തആല ഇമാമിൻ്റെ ബുദ്ധിയിൽ തീക്ഷ്ണത നൽകി എന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രബന്ധം അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.